ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസ്ഫ കാലത്തിനെതിരായ ശിക്ഷാവിധി അല്പസമയത്തിനകം എറണാകുളം പോക്സോ കോടതി വിധിക്കും. കേരള മനസാക്ഷിയെ നടുക്കിയ കേസിലാണ് വിധി പറയുന്നത്. വിധി പ്രസ്താവത്തിനായി ജഡ്ജി കോടതിയിലെത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. നവമി ദിനേശ് ചേരുന്നു. നവമി, പ്രോസിക്യൂഷന്റെ വാദം വധശിക്ഷ എന്നുള്ളതാണ്. വീട്ടുകാരും മാതാപിതാക്കളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കുറ്റം തെളിഞ്ഞ സാഹചര്യം മുതൽ മാധ്യമങ്ങളോട് ഇവർ പറയുന്നതുമാണ് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത്. കുഞ്ഞിന്റെ കുടുംബവും കോടതിയിലേക്ക് എത്തിയല്ലേ? അത് തന്നെയാ. ഈ സംഭവം നടന്നതിന് ശേഷം ഈ മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ആഗ്രഹം ഒന്ന് മാത്രം, ഇനിയും ഞങ്ങളുടെ കുട്ടിക്ക് കുറച്ചുകൂടി കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, അത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ പോകണം. അതിനു മുൻപ് തങ്ങളുടെ മകളെ കൊന്ന ആ ദുഷ്ടന് കൃത്യമായിട്ടുള്ള ശിക്ഷ, അതും തൂക്കുകയർ തന്നെ വേണമെന്ന് ആദ്യം മുതലേ അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവരുടെ ആഗ്രഹം, അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. കേരളത്തിനും അത് തന്നെയാണ് ചെയ്യാൻ കഴിയുക. ആ ഒരു വിധി തന്നെയായിരിക്കും ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കേരളം മുഴുവനും. എന്തായാലും പോക്സോ കോടതിയിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ. 11 മണിയോടുകൂടി വരുന്ന വിധി അതെന്താകുമെന്നത് അറിയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് ആലുവ മാർക്കറ്റിനുള്ളിലാണ്. ഇവിടെ വെച്ചാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ആ നരാധമൻ കവർന്നെടുത്തത്. ഈ ആലുവ മാർക്കറ്റ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇതൊന്നും ആയിരുന്നില്ല ആ സമയം. ഈ ചപ്പ് ചവറുകളെല്ലാം, ഈ മാലിന്യങ്ങളെല്ലാം കൂമ്പാരം പോലെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്കാണ് ഈ കുട്ടിയെയും കൊണ്ട് അയാൾ പോയി ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു ബലാത്സംഗം ചെയ്ത് അത്രയും നീചമായ രീതിയിൽ ആ കുട്ടിയെ കൊലപ്പെടുത്തിയത്. ആ ഒരു ദിവസം നമ്മൾ ആരും ഒരിക്കലും മറക്കില്ല. ഈ ഒരു സംഭവത്ത് ഏറ്റവും നിർണായകമായത് ഇതിന്റെ ഓരോ പ്രാഥമിക ഘട്ടത്തിലൊക്കെ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ തെളിവെടുപ്പുകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, CCTV ദൃശ്യങ്ങൾ, ഒപ്പമുള്ള സാക്ഷികളുടെ മൊഴിയൊക്കെ പോലീസ് കൃത്യമായി തന്നെ ശേഖരിച്ചു വെച്ചുകൊണ്ട് തന്നെ പോലീസും ഈ ക്രൂര കൃത്യം ചെയ്ത പ്രതി അസ്ഫ കാലത്തിന് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഓരോ അന്വേഷണവും തെളിവെടുപ്പും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായി മാർക്കറ്റ് മാറിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യം അവിടെ നടന്നിരുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ അന്ന് തന്നെ ജനപ്രതിനിധികളെല്ലാം ഉറപ്പു നൽകിയതാണ് മാർക്കറ്റിന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കുമെന്ന്. എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടായോ? അതിനുശേഷവും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായൊരു സ്ഥലം കൂടിയാണല്ലോ. അതെ, തീർച്ചയായും തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ പ്രദേശം ഇങ്ങനെ ആയിരുന്നില്ല. ഈ 110 ദിവസം, ഇത് 110ാമത്തെ ദിവസമാണ് ആ സംഭവം കഴിഞ്ഞ്. ഈ 110 ദിവസങ്ങൾക്ക് മുൻപുള്ള ദിവസം നമ്മൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. കൂമ്പാരം പോലെ മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരുന്നു. കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമില്ല. ഈ സാമൂഹിക വിരുദ്ധരുടെ വിഹാര കേന്ദ്രം തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇവിടെയുള്ള മാർക്കറ്റിലുള്ള ഓരോ തൊഴിലാളികളും ഉന്നയിക്കുന്നത്. തങ്ങൾക്കിവിടെ മദ്യപിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇവിടെ ബഹളം വെക്കുക, അടിയുണ്ടാക്കുക, അത്തരത്തിൽ ഒരു കുത്തഴിഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഇത് കൃത്യമായി തന്നെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് പ്രതി അസ്ഫ കാലം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ കുട്ടിയെ കൊണ്ട് ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്നാൽ തന്നെ ആരും തിരിച്ചറിയില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം തന്നെയായിരുന്നു പ്രതിക്കും ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും തോന്നുന്നു. ഇവിടെ ഒരു CCTV ദൃശ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ നിരീക്ഷണവും ഇവിടെ ശക്തമായിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രദേശത്തുള്ളവരും കൃത്യമായി തന്നെ ഇത് നിരീക്ഷിക്കുകയും ചെയ്യും. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ മൊഴി നൽകിയ സാക്ഷിയായ ചുമട്ടുതൊഴിലാളി, ഇവിടെ തന്നെ മാർക്കറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന താജുദ്ദീൻ ചേട്ടനാണ്. ചേട്ടൻ കണ്ടു ആ കുട്ടിയെയും കൊണ്ട് പ്രതി ഇങ്ങോട്ടേക്ക് വരുന്നത്. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി പോലീസിന് ലഭിച്ച വിവരവും. എന്താണ് ഇപ്പോൾ ഈ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ സമയത്ത് ചേട്ടന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അവന് തൂക്കുകാർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ പിന്നെ കോടതി എന്ത് തീരുമാനിക്കാതെ അംഗീകരിക്കേണ്ട കാര്യമല്ലേ. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു ദിവസം ജൂലൈ 28 ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. അതെങ്ങനെ ഇപ്പൊ ഒന്ന് ഓർത്തെടുക്കാമോ?
അത് കാരണം അന്ന് ഇവന് കൊച്ചുമായിട്ട് വന്നത് കണ്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാനന്ന് ചോദിക്കുകയും ചെയ്ത് ആരെ വെച്ചാണെന്ന്. അവനെങ്ങാടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് വെള്ളം അടിക്കാൻ പോകുന്ന രീതിയിലാണ്. കാരണം ഇവിടെ ആൾക്കാർ വന്നിരുന്ന് വെള്ളം അടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ കണ്ട് ഞാൻ ഞാൻ എന്റെ ജോലിക്ക് പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഇവൻ ഇങ്ങനെ ഞാൻ ഒരു 9 മണിയായപ്പോ മൊബൈലെടുത്ത് നോക്കിയപ്പോ ഫേസ്ബുക്കിൽ ഇങ്ങനെ കൊച്ചിനെ കാണില്ല എന്ന് പറഞ്ഞ ദൃശ്യം കണ്ട് അതിന്റെ അടിയിൽ ഒരു വിഷ്വല് ഇവൻ കൊച്ചുമായിട്ട് നടന്നു പോണത് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു രംഗം കണ്ട്. അതപ്പോ ഞാൻ അവരറിഞ്ഞ് അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് CCTV ചെക്ക് ചെയ്തു. അപ്പൊ ആ സംഭവം ഇത് തന്നെയാണ്. കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നുണ്ടായി. പിന്നെ ബാക്കിയുള്ളവരെ മറ്റുള്ള ക്യാമറ ചെക്ക് ചെയ്ത് അതുവരെ അവൻ പറഞ്ഞത് വേറെ സക്കീർ ഹുസൈനായിട്ട് കൈമാറിയൊക്കെയാണെന്ന് അങ്ങനെ എന്തോ ഇത് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും എനിക്കറിയാൻ വേണ്ടായില്ല. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അത് കണ്ടത്. ഈ കോടതിയിൽ വാദം നടക്കുന്ന സമയത്തൊക്കെ ചേട്ടൻ പോവുകയും കൃത്യമായി മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തു? തീർച്ചയായിട്ടും. ഞാൻ മറ്റേ തിരിച്ചറിയ പരേഡിന് പോയി. അത് കഴിഞ്ഞും രഹസ്യമൊഴി കൊടുക്കാൻ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി. കോടതിയിൽ സാക്ഷി പറയാൻ ഞാൻ പോയി. കഴിഞ്ഞ 26 തീയതി അന്ന് എന്റെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ പോയി വിധി പറഞ്ഞു. അല്ല എന്റെ ഇത് പറഞ്ഞ് പോന്നു. ഈ സംഭവം നടന്നതിന് ശേഷം ഇവിടെ എങ്ങനെയാ സുരക്ഷ? ഇപ്പൊ CCTV ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എങ്ങനെയാണ് കുറച്ചുകൂടി കുഴപ്പം? ഇപ്പൊ വേറെയുള്ള മറ്റുള്ള ആരും ഇങ്ങോട്ട് വന്നില്ല. കുഴപ്പമില്ല. ഇപ്പോൾ അന്നത്തെ സംഭവം കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് ഒരു മനുഷ്യൻ ഇതിനകത്തേക്ക് വന്നില്ല. കാരണം ഇതിപ്പോ ഒരു മനയാക്കിയപ്പോ അവിടെ ഇരുന്നാലും ആരെയും ഇവിടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇതൊന്നും ഈ വേസ്റ്റൊക്കെ മണ്ണിട്ട് മൂടി കഴിഞ്ഞപ്പോ ഇവിടെ ഏതെങ്കിലും അറിയാൻ നിൽക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. ആ ഒരു ഇത് ഉണ്ട്. ഈ ഒരു നിരീക്ഷണം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കൂലായിരുന്നു. കാരണം അവന് ഇവിടുത്തെ ഈ മാർക്കറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തവനാ. അവനിവിടെ വന്ന് ഈ ഏരിയ മൊത്തം ചെക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പൊ എങ്ങനെ വന്നാലും എന്ത് ചെയ്താലും അറിയില്ല എന്നുള്ളൊരു ബോധ്യം അവനിക്കുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇത് ആദ്യം ചെയ്യായിരുന്നെങ്കിൽ ഇത് സംഭവിക്കൂല. പക്ഷെ അത് സമയമായി. നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. വധശിക്ഷ തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെ. തീർച്ചയായിട്ടും വധശിക്ഷ കുറഞ്ഞ ഒരു ശിക്ഷ അവനിക്ക് കിട്ടൂല. കാരണം അവൻ ആഗ്രഹിക്കുന്നത്, അവനൊക്കെ ആഗ്രഹിക്കണോ അത് തന്നെയാണ് അവന് കിട്ടേണ്ടതും അത് തന്നെയാണ്. അത് തന്നെയാണ് ധന്യ. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും കിട്ടരുത് എന്നാണ് ഈ താജുദ്ദീൻ അടക്കമുള്ള കേരളത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആകുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. ഇവിടെ പരിശോധനകൾ ഇപ്പോഴും ഇപ്പൊ കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ കടന്നു വരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാകും. അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടാൽ അത് ഇവരുടൻ തന്നെ പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഇവർ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത്തരത്തിൽ കർശനമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് നേരത്തെയൊക്കെ ഇങ്ങനെ ശ്രദ്ധയും കാര്യങ്ങളും പോലീസിന്റെ കർശനമായ നിരീക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 5 വയസ്സുകാരിയുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നു. ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അത് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ അധികൃതരുടെ ഒരു അനാസ്ഥയായിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയും ഒരു 5 വയസ്സുകാരി കേരളത്തിൽ ഉണ്ടാകരുത്, ഒരു പിഞ്ചു കുഞ്ഞിനും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മൾ ഒന്നടങ്കം പറയുന്നത്. ധന്യ. ശരി, നവമി, ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കോടതിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്?